ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എല്ലില്ലാതെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, റോസ്റ്റഡ് പൗഡർ എന്നിവ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് പൗഡർ എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും അതോടൊപ്പം കുറച്ച് ചില്ലി ഫ്ലൈക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഈ ഒരു ഓയിലിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിന് പകരമായിട്ട് സാധാ ചിക്കൻ പൊരിച്ച പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൈദ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, കരിഞ്ഞു പോകരുത്. പിന്നെ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്ത കാരണം മിൽമയുടെ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം മിൽമയുടെ ഗീ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടൊക്കെ ഉടച്ചിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിക്കായി വരുമ്പോൾ കുറച്ചും കൂടി പാലൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ല ക്രീമി ടെക്സ്ചറിലായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഇനി ബാക്കിയുള്ളത് ചീസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏത് ചീസും ചേർത്ത് കൊടുക്കാം. ഞാൻ സ്ലൈസ്ഡ് ചീസ് 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ചീസ് നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം സോയാ സോസും ഒരു 1/2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി ഫ്ലൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിലൊരു പാത്രം, ഇതുപോലെയുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഫ്രൈ ആക്കിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുക. ആ വൈറ്റ് സോസ് കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കയ്യിൽ ക്യാപ്സിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അതിൻ്റെ മുകളിലേക്കായിട്ട് ചിക്കൻ പൊരിച്ചത്, പിന്നെ വൈറ്റ് സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, അങ്ങനെ വീണ്ടും എത്രയാണോ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ഒന്ന് അതിൻ്റെ പാത്രം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായി കാണാൻ ട്രൈ ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.